വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സാരംഗ് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, എന്താണ് ഏറ്റവും ഒടുവിൽ വരുന്ന അറിയിപ്പ് അനുസരിച്ച് ഏതൊക്കെയിടങ്ങളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത? എന്തൊക്കെ മുൻകരുതലുകൾ? നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നമുക്ക് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരളത്തിലെ 11 ജില്ലകൾ, അതായത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രൂക്ഷമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അതിതീവ്ര മഴയാണ്, അതായത് 204 മില്ലിലിറ്റർ മഴ കൂടുതൽ മഴ ലഭിക്കുകയാണെങ്കിൽ പ്രഖ്യാപിക്കുന്ന അതിതീവ്ര മഴയാണ് വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയേറെയാണ്. മലയോര പ്രദേശങ്ങളിലേക്ക് രാത്രി യാത്ര നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല മത്സ്യബന്ധനത്തിന് പോകുന്നതും നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് 29-ാം തീയതി വരെ. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത്. എന്തായാലും കേരളത്തിലുടനീളം ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അതിതീവ്ര മഴ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളാണ് കേരളത്തിലുടനീളം ജില്ലകളിലും സംസ്ഥാന സർക്കാർ നേരിടാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കോളേജുകൾക്ക് പല ജില്ലകളിലും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ ഇനിയിപ്പോൾ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. ഇനി വരുന്ന അടുത്ത മാസത്തിനുള്ളിൽ സ്കൂൾ തുറക്കുകയാണ്. അതേപോലെ തന്നെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കെല്ലാം പല ജില്ലകളിലും അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. കനത്ത ജാഗ്രത തുടരുകയാണ്. സംസ്ഥാനത്ത് 4 ദിവസമായി തുടരുന്ന മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. മലയോര മേഖലകളിലടക്കം മഴ ശക്തമാണ്. മഴ പെയ്ത പ്രദേശങ്ങളിലെല്ലാം കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം വെള്ളറടയിൽ മരം വീണ് കടമുറി തകർന്നു. പലയിടങ്ങളിലും വൈദ്യുത ബന്ധം തകരാറിലായി. നെയ്യാറ്റിൻകര, തത്തിയൂർ, കീഴ്മാടം, കുളത്തൂർ, ചങ്കിലി മേഖലകളിൽ കൃഷി നശിച്ചു. പൊഴിയൂർ, പൂവാർ, തെക്കേ കൊല്ലങ്കോട്, പുല്ലുവിള മേഖലകളിൽ കടൽ പ്രക്ഷുബ്ധമാണ്. കൊല്ലം, പത്തനാപുരം, പുന്നല, കടശ്ശേരി, കറവൂർ, ചെമ്പനരുവി, അച്ചൻകോവിൽ എന്നിവിടങ്ങളിൽ മഴ നാശം വിതച്ചു. പാലരുവിയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് മുകളിലും ഏരൂരിൽ വീടിനു മുകളിലും മരം വീണു. കുളത്തൂപ്പുഴയിൽ വിളക്കുവെട്ടം, നെല്ലിപ്പള്ളി, വാളക്കോട്, കലയനാട്, മണിയാർ, അഷ്ടമംഗലം തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടാണ്. അഞ്ചൽ, അലയമൺ പഞ്ചായത്തുകളിൽ കരണ്ടില്ല. തോട്ടം മേഖലയെയും മഴ കാര്യമായി ബാധിച്ചു. കോട്ടയത്ത് മീനച്ചിലാറിൽ ജലനിരപ്പുയർന്നു. പനമ്പാലത്ത് മതിലിടിഞ്ഞു വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ചുങ്കത്ത് 2 ഓട്ടോകൾക്ക് മുകളിൽ മരം വീണു. മണിമല പൂവത്തോലിയിലെ പാറമടയ്ക്ക് സമീപം മണ്ണിടിഞ്ഞ് കോഴിഫാം നശിച്ചു. മൂവാറ്റുപുഴയാറിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി. തെരച്ചിൽ തുടരുകയാണ്. പാലക്കാട് കാവശ്ശേരിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം മരം വീണ് തകർന്നു. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ പാതയിൽ കൊടുമുണ്ടയിൽ മരം വൈദ്യുതി ലൈനിലേക്ക് വീണു. ചെർപ്പുളശ്ശേരിയിൽ താൽക്കാലിക റോഡ് ഒലിച്ചുപോയി. മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ ഒരാളെ കാണാതായി. ഞാങ്ങാട്ടിരിയിൽ വൻമരം കടപുഴകി. കോഴിക്കോട് വടകര മടപ്പള്ളിയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണു. മാമ്പറ്റ പ്രതീക്ഷ സ്കൂളിന് സമീപം മരം കടപുഴകി. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും നിറഞ്ഞൊഴുകുകയാണ്. ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. അടിമാലി രാജക്കാട് പൊന്മുടി ഭാഗത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. റാണിക്കല്ലിലും മരം കടപുഴകി. തൊടുപുഴ മുട്ടത്ത് പരപ്പൻതോട് നിറഞ്ഞു കവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. കോടിക്കുളത്ത് കാറ്റിൽ റബ്ബർ മരങ്ങൾ നിലം പതിച്ചു. കല്ലാർകുട്ടി, വാളറ, പാംബ്ല എന്നിവിടങ്ങളിലും ഗതാഗത തടസ്സമുണ്ടായി. ജില്ലയിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. മഴ ട്രെയിൻ ഗതാഗതത്തെയും സാരമായി ബാധിച്ചു. പല ട്രെയിനുകളും മണിക്കൂറുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എറണാകുളത്തിന്റെ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. പശ്ചിമ കൊച്ചിയുടെ തീരമേഖലകളിലും വൈപ്പിനിലുമാണ് കൂടുതൽ പ്രതിസന്ധി. വീടുകളിൽ വെള്ളം കയറിയതിനാൽ പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറി. ചെല്ലാനത്ത്, കണ്ണമാലി മേഖലകളിലെല്ലാം തന്നെ രൂക്ഷമായ രീതിയിൽ തന്നെ കടലാക്രമണമാണ്. ഒരു ഭാഗത്ത്
കടൽ കയറുമ്പോൾ ഇപ്പുറത്തേക്ക് സംഭവിക്കുന്നത് ഈ പ്രദേശത്തെ വഴികളാണ്. ഈ വഴികൾ പൂർണ്ണമായും തന്നെ വെള്ളക്കെട്ടിലേക്കെല്ലാം തന്നെ മാറുന്നു. ഇത് കടൽ വെള്ളം നിറയുന്നു, വീടുകൾക്ക് അകത്തേക്ക് കയറുന്ന ഒരു സ്ഥിതിയിലേക്കെല്ലാം തന്നെ വരുന്നു. പലരും ബന്ധുവീടുകളിലേക്കും മറ്റും മാറുന്ന അവസ്ഥയിലേക്ക് വരുന്നു. വീടിനകത്തുള്ളവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ഈ വീടുകളെല്ലാം തന്നെ താരതമ്യേന മറ്റിടങ്ങളിലേക്കാളും കുറച്ചുകൂടി ഉയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു കാലവർഷം അവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് അവർക്ക് വളരെ കൃത്യമായി അറിയാവുന്നവർ തന്നെയാണ്. പക്ഷേ ഇത് പലപ്പോഴും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാലവർഷം എത്തുന്നത്. ഇവിടേക്ക് വരുമ്പോഴെല്ലാം പുഴ നിറഞ്ഞൊഴുകുന്നത് പോലെ തന്നെയാണ് ഓരോ ഇടവഴികളും എല്ലാം തന്നെ വെള്ളക്കെട്ടിലേക്ക് വരുന്നത്. ഇവിടെ നിന്നെല്ലാം തിര കടന്നെത്തുന്ന വെള്ളം ഇവിടേക്ക് നിറയുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാം തന്നെ പോകുന്നു. മറ്റിടങ്ങളിലേക്ക് മാറുന്ന ഒരവസ്ഥയിലേക്കായോ കാര്യങ്ങൾ? ഇതിപ്പോ ഞങ്ങൾ എല്ലാ കൊല്ലം ഇത് തന്നെ അനുഭവിക്കണേ. ഈ സർക്കാരിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഇത് ഞങ്ങൾക്ക് ചെയ്യുന്നിട്ടില്ല. ഇപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങളിതുണ്ട് ഈ നോക്കിക്കെ മുട്ടിനീര് വെള്ളമാണ്. ഞങ്ങളിപ്പോ കുഞ്ഞുങ്ങൾ പിള്ളേരായിട്ടൊക്കെ ഇവിടെ പോകും. ഇവിടെ പ്രസവിച്ച് കിടക്കുന്ന പിള്ളേർ വരെ ഉണ്ട്, അറിയാമോ? ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഡെലിവറി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വരെ ഇതിൻ്റെ അകത്ത് ഈ വീട്ടിലുണ്ട്. ഞങ്ങൾ ഇവിടെയായിട്ട് ഇവിടെ പോകും. സർക്കാർ ഇതിനൊരു കാരണം കാണണം. ഈ ഇലക്ഷൻ വരാൻ നേരത്ത് കുറെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും ഞങ്ങൾക്ക് വോട്ട് വേണമെന്ന് പറയും. ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഇത്? ഈ കുഞ്ഞുങ്ങളായിട്ട് വല്ലയിടത്ത് പോകാൻ പറ്റും? ഇതുണ്ട് ഈ അവിടെ അറ്റം വരെ വെള്ളമാണ്. ഇതന്നെ അവസ്ഥയാണ്. അവസ്ഥ തന്നെയാണ്, ഭയങ്കര മോശമാണ്. ഇവിടെ കല്ല് ഇവിടെ തൊട്ട് ചെന്നൊക്കെ കാണും. കടല് നേരെ ഡയറക്റ്റ് ചെയ്യണ കല്ലില്ല അവിടെ. ചെല്ലാനും ചെറിയടവാണ്. ചെറിയടവ് പ്രദേശമാണ്. ചെല്ലാനും ചെറുതുണ്ടോ വന്ന മഴയാണ്. ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടിയുണ്ടോ കല്ലൊക്കെ വെച്ച് മറ്റേ കട്ടയൊക്കെ വെച്ച് എല്ലാം മാറ്റി ക്ലിയർ ആയിട്ട് വന്നേക്കണം. എന്നാലും ഇതുണ്ടോ വെള്ളം കറക്റ്റായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കണം. അവിടെയൊക്കെ കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഞങ്ങളെല്ലാം വീടുകളെല്ലാം പൂർണ്ണമായിട്ട് മുങ്ങിക്കിടക്ക്, കംപ്ലീറ്റ് വീട് മുങ്ങിക്കിടക്ക്. ഇത് അപ്പുറത്തോട്ടൊക്കെ ഒന്ന് കാണിക്കില്ല, അങ്ങോട്ട് വന്നു. അവിടെയൊക്കെ നോക്കുന്നുണ്ട്. ആ ഇടവഴി, ഇത് ഇടവഴിയാണ്. ഇത് ഇടവഴി നോക്കി ഇത് കണ്ട അങ്ങോട്ട് നോക്കുക. അവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളക്കെട്ടിലാണ്. പുറത്തോട്ടിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. വഴികളിലേക്കെല്ലാം വരുമ്പോഴുള്ളൊരവസ്ഥ ഇത് തന്നെയാണ്. അവർ പറയുന്നത് തൊട്ടപ്പുറത്തുള്ള വീടുകളിലേക്ക് നേരത്തെ വരുമ്പോഴെല്ലാം തന്നെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ ചെറിയ കടവ് പ്രദേശത്തെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ്. വീട് ഓരോ നിമിഷവും ഓരോ സമയം കഴിയും തോറും വെള്ളം കയറി വരുന്നു. ഇത് ഇപ്പോൾ പകൽ സമയത്തെ ഒരു ദൃശ്യമാണ്. പക്ഷെ രാത്രിയിലേക്കും ഇതേ അവസ്ഥ തന്നെയാണ്. രാത്രിയിലും ഉണ്ടാകുന്ന രൂക്ഷമായ രീതിയിലുള്ള കടലാക്രമണം അവർ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് അത് ഉണ്ടാകുന്നത്. ഈ സമയം വീടുകളിലേക്ക് അകത്തേക്ക് കയറാൻ പോലും പറ്റാത്ത ആ സ്ഥിതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറുന്നു. ഇതിപ്പോൾ ഒരല്പം കൂടി വെള്ളം ഉയർന്നിട്ടുണ്ടെങ്കിൽ വീടിനകത്തേക്ക് കയറുന്ന അവസ്ഥയാണ്. ഈ വീട്ടിലാണോ ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നുണ്ടോ? അല്ല, ഇടക്കിടക്ക് വരുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? മാറി താമസിക്കുമോ അതോ ആ വെള്ളം അതോട്ട് കയറുമ്പോ മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അല്ലെ? വീട്ടിലെ എല്ലാവരുമായിട്ടും പുറത്തേക്ക് പോകേണ്ട സ്ഥിതിയിലേക്ക് വരും. ഒരു മാറ്റവും എവിടെയും ഉണ്ടാവുന്നില്ല തന്നെയാണ്. കാരണം ഒരു മാറ്റവും അവർക്ക് ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ്. ഈ പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളക്കെട്ടിന്റെ പിടിയിലേക്കെല്ലാം തന്നെ വരുന്നു. ഇതിൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തു കടക്കുക, ഈ ദുരിതത്തിൽ നിന്ന് എങ്ങനെ കയറാനാകുമെന്നതിനെ കുറിച്ച് അവർക്കും വ്യക്തതയില്ല. സ്ഥിരമായ ഒരു ടെട്രാപോഡ് സംവിധാനത്തിലുള്ള കടൽഭിത്തി ഇല്ല എങ്കിൽ പശ്ചിമ കൊച്ചിയുടെ തീരമേഖലകളിൽ ഈ ദുരിതവും വറുതിയുമെല്ലാം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് ശക്തമായ കാറ്റിൽ തോട്ടിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ കോടഞ്ചേരിയിൽ സഹോദരങ്ങളായ 2 കുട്ടികളാണ് ഷോക്കേറ്റ് മരിച്ചത്. തോട്ടിൽ മീൻ പിടിക്കാനിറങ്ങിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവസമയം KECBയെ വിവരം അറിയിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദാരുണമായ മരണം ഉണ്ടാക്കിയ അല്ലെങ്കിൽ മരണത്തിനിടയാക്കിയ ചെറിയ കൈത്തോടാണത്. ഇവിടെ നിന്ന് ഏതാണ്ട് 100 മീറ്റർ മാത്രം മുകളിലാണ് ഈ കുട്ടികളുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രൻകുന്നിൽ ബിജുവിന്റെ മക്കളാണ് ഇവർ വൈകുന്നേരം കുളിക്കാനായി ഈ ചെറിയ കൈത്തോട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഈ കൈത്തോട്ടിൽ കുളിക്കുന്ന സമയത്ത് തൊട്ട് സമീപത്ത് തന്നെ ഒരു കാട് പോലെ നിൽക്കുന്ന സ്ഥലം നമുക്ക് കാണാം. അവിടെ ഒരു വലിയ തേക്ക് മരം നിലനിൽക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ തേക്ക് മരത്തിന്റെ ഒരു ചില്ല ഒടിഞ്ഞ് സമീപത്ത് തന്നെയുള്ള ഒരു പോസ്റ്റിലേക്ക്, ഈ പോസ്റ്റ് ഈ ചെറിയ തോടിന് കുറുകെ കടന്നു പോകുന്ന ഒരു വൈദ്യുതി കമ്പിയാണ്. ആ വൈദ്യുതി കമ്പി ഉള്ള ടെലിഫോൺ ഇലക്ട്രിക് പോസ്റ്റിലേക്കാണ്
ആ തേക്ക് മരം വീണത്. ആ തേക്ക് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈൻ പൊട്ടുകയും ഈ വെള്ളത്തിന് ഈ തോടിന് കുറുകെ നടക്കുന്ന ഈ വെള്ളത്തിലേക്ക് വീഴുകയുമായിരുന്നു. ഇതേ രീതിയിൽ തന്നെ ആവാം ഒരുപക്ഷെ ആ കുട്ടികൾ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വൈദ്യുതി കമ്പി പൊട്ടി ഈ വെള്ളത്തിലേക്ക് വീണത്. തുടർന്ന് വൈദ്യുതി പ്രവാഹം ഉണ്ടാവുകയും കുട്ടികൾ ഷോക്കേറ്റ് മരിക്കുകയുമായിരുന്നു. ഇതിനുശേഷം പിന്നീട് കുട്ടികൾ ഏറെ നേരം ഒരുപക്ഷെ വെള്ളത്തിൽ കടന്നിരിക്കാം എന്നൊരു നിഗമനമാണുള്ളത്. മറ്റു ചില കുട്ടികൾ കൂടി കുളിക്കാനായി ഈ സ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് രണ്ടുപേർ വെള്ളത്തിൽ കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഈ വൈദ്യുതി കമ്പി കാണുകയും ഒരുപക്ഷെ ഷോക്കേറ്റതാണ് എന്നൊരു വിലയിരുത്തലിൽ മുതിർന്നവരെ വിളിക്കുകയും അവർ വന്ന് ഫ്യൂസ് ഊരിയ ശേഷമാണ് കുട്ടികളെ പുറത്തേക്കെടുക്കുകയും ചെയ്ത് ഉടൻ തന്നെ കുട്ടികളുമായി ആശുപത്രിയിലേക്ക് പോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. നമുക്കൊപ്പം നാട്ടുകാരായ ആളുകൾ തന്നെയുണ്ട്. നമുക്ക് അവരിലേക്ക് പോകാം. എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമ്മുടെ പിള്ളേര് മഴയായിരുന്നു, മഴയത്ത് മീൻ പിടിക്കാനാന്നുള്ള ഉദ്ദേശത്തിൽ വന്നതായിരിക്കാനാണ് സാധ്യത. അവരിവിടെ തോട്ടിൽ ചാടി, അപ്പം ലൈൻ പൊട്ടി വീണു. അപ്പോൾ അവർക്ക് അബദ്ധത്തിൽ ഷോക്ക് ഏറ്റതാണ്. കൂടെ ആരും ഉണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അവർ വന്നപ്പോഴത്തേക്കിനും ഇവിടെ മരണം സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ വന്ന് ഫ്യൂസ് ഊരി ബോഡി എടുത്ത് ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അവിടെ എത്തിക്കുകയാണ് ഉണ്ടായത്. അന്ന് നല്ല മഴയും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം വീട്ടിലാണെങ്കിൽ കറണ്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഒരു കുട്ടി വീട്ടിലേക്ക് വന്നു, ഇങ്ങനെയാണ് കാര്യം പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ വണ്ടി എടുത്ത് ചെന്നു. കുട്ടികളാണ് വന്ന കാര്യം പറഞ്ഞത്? വേറൊരു പെങ്കൊച്ചാണ് വന്നത്. അപ്പൊ ഇവിടെ തന്നെയുള്ള വീട്ടിലുള്ള തന്നെയാണ്. അപ്പൊ അവര് വന്നു, കരഞ്ഞുകൊണ്ട് വന്നു. തന്നെ വണ്ടി എടുത്ത് വന്നപ്പോഴത്തേക്ക് എല്ലാരും കൂടെ വന്ന് ഇവിടെ എത്തിച്ചായിരുന്നു. നേരെ വണ്ടിയിലോട്ട് കയറ്റി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവരുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും കേവലം 100 മീറ്റർ മാത്രം അകലെയാണ് ഈ സംഭവം നടന്ന ചെറിയ കൈത്തോടുള്ളത്. നമുക്കൊപ്പം ഇപ്പോൾ നാട്ടുകാരുണ്ട്. ഈ ലൈൻ കമ്പികൾ താഴ്ന്നു കിടക്കുന്ന ഒരു പതിവ് സംഭവമാണല്ലേ? പലപ്പോഴും നാട്ടുകാരിൽ പലർക്ക് പോലും ഈ കമ്പികളൊക്കെ മാറ്റി മുന്നോട്ട് പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അല്ലേ? പല സ്ഥലത്തും താഴ്ന്നും ആകൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചിട്ടാണുള്ളത്. ഇത് പിന്നെ മരങ്ങൾ, റബ്ബറുണ്ട്, തെങ്ങുണ്ട്, കൊക്കുണ്ട്, എല്ലാം ഉണ്ട്. അതിനിടയിൽ കൂടിയാണ് ഇത് സഞ്ചരിക്കുന്നത്. അപ്പൊ അതിന്റേതായ വിഷമങ്ങൾ ഉണ്ട്. ഇത് ആരായാലും ഇറങ്ങി കുളിക്കുന്നതും നനയ്ക്കുന്നതും ഒക്കെയാണ് ഇവിടെ പിള്ളേർ വന്ന്. കാരണം പിള്ളേർ രണ്ടും പോയി കിടക്കുന്ന വേറെ പിള്ളേരെ കുളിക്കാൻ വന്നവർ കണ്ടാണല്ലോ കാണുന്നത്. അതെ. 3-4 ദിവസമായിട്ട് ഇവിടെ കാറ്റും മഴയുള്ളതാണ്. മഴ തുടങ്ങിയപ്പോ തൊട്ട് ഇവിടെ മഴ കൂടുതലാണ് പൊതുവെ. ഈ കറണ്ട് പോയും വന്നൊക്കെ നിൽക്കുമായിരുന്നു. എങ്ങനെയാണ് കറണ്ട് പോയി? ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ കമ്പ് വീണ അന്നേരം കറണ്ട് പോവും, പിന്നെ കറണ്ട് വരും. അങ്ങനെ വന്നും പോയി ഇരിക്കുന്നതാണ്. കാരണം പെട്ടെന്നാരും കണ്ടില്ല. അതുപോലെ കാറ്റും മഴ ആയതുകൊണ്ട് ആരും കണ്ടില്ല. ഈ പിള്ളേർ കുളിക്കാൻ വന്നതുകൊണ്ടാണ് ഇവർക്ക് കാണാൻ പറ്റിയത്, അല്ലെങ്കിൽ ആരും കാണുകയില്ല. എന്തായാലും അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പലയിടത്തും വൈദ്യുതി ലൈനുകൾ താഴ്ന്നു കിടക്കുന്നു. കൃഷിയിടങ്ങൾക്കുള്ളിലൂടെയൊക്കെ പോകുന്ന ലൈനുകൾ റോഡുകളിലൂടെയൊക്കെ മാറ്റണമെന്ന ആവശ്യം പലപ്പോഴും ചെയ്യാതിരിക്കുന്നു. അതുകൊണ്ട് ഈ കൃഷിയിടങ്ങളിൽ എത്തുന്ന കർഷകർക്ക് പോലും പലപ്പോഴും ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് തന്നെ നാട്ടുകാർ പറയുന്നു. ഒപ്പം KCBയിൽ പലരെയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ആ സമയത്ത് നടന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഫ്യൂസ് ഊരിയാണ് കുട്ടികളെ അവിടെ നിന്നും മാറ്റിയതെന്നും പറയുന്നു.